ഹലോ! ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഞാൻ ചെന്നപ്പോൾ അമ്മ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ മുതലേ കറണ്ടില്ല ഇവിടെ. അതുകൊണ്ട് മോട്ടറിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കറണ്ട് വന്നിട്ട് കുളിക്കാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരുത്തർ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഉണങ്ങിയ തുണികളങ്ങ് പറക്കി. അപ്പം ഞാൻ വന്നെന്നറിഞ്ഞ് 2 പേര് വീട്ടിലേക്ക് വന്നു അപ്പുറത്തുനിന്ന്. നോക്കട്ടെ, ഇന്ന് കുളിക്കാത്തത് നീ കുളിച്ചാടാ? ഒന്നായി കുറേ നേരമായിട്ടും കറണ്ട് വരാത്തതുകൊണ്ട് ചേച്ചി ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അമ്മയോട് കുളിക്കാൻ പറഞ്ഞു. അമ്മ കുളിച്ച ഉടനെ ഞാൻ മോളെയും കുളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടും കറണ്ട് വന്നില്ല. അപ്പം നമ്മൾ പടിയിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചാൽ അകത്തൊക്കെ ആണെങ്കിൽ വെട്ടവും കുറവാണ് കറണ്ട് ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇരുന്ന് നോക്കിയിട്ടൊന്നും കറണ്ട് വന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അങ്ങനെ അമ്മ അരിയാട്ടാൻ പോയി. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുണികളൊന്നും അധികം ഉണങ്ങാത്തതുകൊണ്ട് അതിന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പറക്കി വിരിക്കാൻ വേണ്ടി പോയി. കാരണം നമ്മളിവിടെ വിരിക്കാൻ അങ്ങനെ സ്ഥലമില്ല. അടുക്കളയിലും എറായത്തും ഒക്കെയാണ് അശ കെട്ടിയിട്ടാണ് തുണികൾ ഉണക്കുന്നത്. അല്ലാതെ നമുക്ക് എങ്ങും ഇടാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെയൊക്കെ ഇട്ട് ഉണക്കി. പിന്നെ ചായക്ക് വെള്ളം വെച്ചപ്പോഴത്തേക്ക് എൻ്റെ മോൾക്ക് ഹോംവർക്ക് അപ്പം തന്നെ എഴുതിയാലേ പറ്റുള്ളൂ. പിന്നെ അവളുടെ കൈ പിടിച്ച് ഇന്ന് പഠിച്ച അക്ഷരം തായാണ്. അപ്പോൾ അത് കുറച്ച് കൈ പിടിച്ച് എഴുതി കൊടുത്ത് അവൾ താനെ എഴുതി തുടങ്ങിയില്ല. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അണ്ണൻ്റെ പെണ്ണ് വന്നായിരുന്നു. അപ്പോൾ അണ്ണൻ്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് അവൾ അണ്ണൻ്റെ അമ്മയെ കാണാൻ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടും കയറി വന്നു. അങ്ങനെ കുറച്ച് നേരം അവളോടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുറേ യൂണിഫോമും തുണികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് കരയുന്നു, അച്ഛനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കരഞ്ഞ ആൾ കമന്ന് കിടക്കുകയാണ്. അപ്പോൾ വല്യച്ഛനും കൂടെ വന്നു. വല്യച്ഛനും കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ സങ്കടം, അച്ഛൻ വരാത്തതുകൊണ്ട്. അങ്ങനെ എടുക്കാൻ ചെന്നപ്പോൾ വന്നില്ല ആദ്യം. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ആശ്വസിപ്പിച്ച് ഇപ്പം അച്ഛൻ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ആളിന് പിന്നെ നമ്മളെ വേണ്ട. പിന്നെ അച്ഛൻ്റെ കയ്യിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അടുക്കളയിലിട്ട് എന്താ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നോക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന കവറുകളൊക്കെ നോക്കാൻ പോയി. അപ്പോഴത്തേക്ക് മീനുണ്ട്. ചാളയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഒന്നേന്ന് വിറം കഴുകണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോനാണെങ്കിൽ അവൻ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്നാണ് അവൻ ആദ്യം നോക്കണം. അച്ഛൻ കൊണ്ടുവന്ന പൊതികളെല്ലാം നൂത്ത് നോക്കിയാലേ അവന് സമാധാനം വരുള്ളൂ. പണ്ട് നമ്മളും ഇതുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കും ഉണ്ടായിരുന്നല്ലോ, അച്ഛൻ കൊണ്ടുവരുന്ന പൊതി നോക്കിയിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ചായ കുടിക്കാമെന്ന് കരുതി അമ്മയും താഴെ അണ്ണൻ്റെ അമ്മയെ കാണാൻ പോയതുകൊണ്ട് അമ്മയും ചായ കുടിക്കാനില്ല. അമ്മയുടെ ചായ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇരിക്കുക. മറ്റേത് ഒത്തിരി നേരം ഇരുന്നൊക്കെയാണ് ചായ കുടിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മീൻ കട്ട് ചെയ്യാൻ പോയി. മീനൊക്കെ കട്ട് ചെയ്തിട്ട് വന്ന് എനിക്ക് ചാളയുടെ തല കണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ അവിച്ച് തിന്നണമെന്ന് തോന്നി. പണ്ട് നമ്മളെയൊക്കെ കൊച്ചിലെ അമ്മയൊക്കെ നമുക്ക് ഇങ്ങനെ ചാളയുടെ തല വേവിച്ചിട്ട് ഏകദേശം ഒരു കാപ്പി രാവിലെ കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10:30 11 മണിയാകുമ്പോഴത്തേക്ക് ഇതുപോലെ ചാളയുടെ തലയൊക്കെ അവിച്ച് ചക്കയോ കിഴങ്ങൊക്കെ കൂട്ടി നമുക്ക് തരുമായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് ആ ഒരു രുചി പിന്നെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്നൊക്കെ 20 രൂപയ്ക്ക് കൊടുക്കുമ്പം നമ്മളൊരു ബേസൻ നിറയെ ചാള കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ മീനിൻ്റെ രുചിയൊന്നും ഇപ്പോഴത്തെ മീനിന് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഈ ചാള കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ ചാളയുടെ തല അവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ അന്ന് എനിക്കങ്ങനെ അങ്ങ് തിന്നണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ തല അവിച്ചു. ഇത് നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ അതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇറക്കാൻ. അപ്പോഴാണ് അതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തീ ഇടാൻ പാടില്ല. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഉള്ള പാത്രം എല്ലാം തേച്ച് വെച്ചു. അപ്പം ചേട്ടന് കുളി കഴിഞ്ഞിട്ട് വന്നു. ഇതാണ് നമ്മുടെ രാത്രി നമ്മുടെ ചുറ്റുപാടുമുള്ള വെട്ടം വെളിച്ചമൊക്കെ കേട്ടോ. അടുത്തൊക്കെ വീടുകളുണ്ട്. നമ്മളെ ബന്ധുക്കൾ തന്നെയാണ് ചുറ്റാകെ ഉള്ളത്. അപ്പോൾ ഇനി കൊച്ചുങ്ങൾക്കും എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ അവർക്കും ഞാൻ ആഹാരം കൊടുത്തു. അവർക്ക് കാപ്പി മതിയായിരുന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ കാപ്പിയാണ് 2 പേർക്കും കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മളും ചോറ് തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാളയുടെ തലയൊക്കെ അവിച്ചതൊക്കെ എടുത്തിട്ട് വിശാലമായിട്ട് ഇരുന്ന് ചോറ് കഴിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത്
കഴിച്ച് തീർന്നപ്പോൾ ഇതാണ് അവസ്ഥ. പാത്രത്തിലൊന്നുമില്ല. അങ്ങനെ അമ്മ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇറങ്ങി. അങ്ങനെ ഞാൻ പിള്ളേരെ രണ്ടുപേരുടെ കയ്യിലും ശരിക്കും നഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ വെട്ടി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ രാത്രി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അച്ഛനും മോനും തറയിലാണ് കിടക്കുന്നത്. ഞാനും മോളുമാണ് കട്ടിലിൽ കിടക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു കളി പതിവാണ്. അത് കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.